ഏപ്രിൽ 4 വ്യാഴാഴ്ച. ലൂക്ക 24 അധ്യായം 35 മുതൽ 48 വരെ വാക്യങ്ങൾ. ഇന്ന് യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചും അവരോടൊപ്പം അപ്പം പങ്കിടുന്നതിനെക്കുറിച്ചും ശിഷ്യന്മാർ പരസ്പരം സംസാരിക്കുന്നതോടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. ഒരുമിച്ചുള്ള ആ സമയം എത്ര മഹത്തായ സമ്മാനമായിരുന്നു! അവിടുത്തെ ശിഷ്യന്മാർ ആശ്ചര്യഭരിതരും നന്ദിയുള്ളവരുമായി തുടർന്നു. എന്നിരുന്നാലും തങ്ങളുടെ ഗുരുവും സുഹൃത്തും ഉപദേഷ്ടാവുമായ യേശുവിനെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവർ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് യേശു അവരുടെ ഇടയിൽ വന്നു. യേശു അവരെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തു. എന്നിരുന്നാലും ശാന്തരായിരിക്കുന്നതിന് പകരം ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർ വിശ്വസിച്ചു. വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ യേശു അവരോട് ഇങ്ങനെ ചോദിക്കുന്നു: നിങ്ങൾ വിഷമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ ഉയരുന്നത്? തൻ്റെ കൈകളിലേക്കും കാലുകളിലേക്കും നോക്കാനും താൻ യഥാർത്ഥത്തിൽ യേശുവാണെന്നും അവരുടെ ഗുരുവും സുഹൃത്തും കർത്താവുമാണെന്ന് സ്വയം കാണാനും യേശു അവരെ ക്ഷണിക്കുന്നു. വന്ന് തന്നെ സ്പർശിക്കാനും താൻ യഥാർത്ഥത്തിൽ ഉള്ള വ്യക്തിയാണെന്ന് അനുഭവിക്കാനും യേശു അവരോട് ആവശ്യപ്പെടുന്നു. താനൊരു പ്രേതമല്ല, മാംസവും അസ്ഥിയുമുള്ള മനുഷ്യനാണ്. അവരുടെ മുമ്പിലുള്ള ഈ ദർശനം അവരുടെ കർത്താവും സുഹൃത്തുമായ യേശുവാണെന്ന് അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് യേശു തൻ്റെ കൈകളിലും കാലുകളിലും വശങ്ങളിലുമുള്ള മുറിവുകൾ അവരെ കാണിച്ചു. തങ്ങളുടെ സുഹൃത്തും ഗുരുവുമായ യേശു യഥാർത്ഥത്തിൽ തങ്ങളുടെ നടുവിലുണ്ട് എന്ന യാഥാർത്ഥ്യം ശിഷ്യന്മാർ പതുക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അവൻ ജീവിച്ചിരിക്കുന്നു. എത്ര അത്ഭുതകരമായ വാർത്തയാണ്! എന്തൊരു സന്തോഷമായിരിക്കണം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞത്! യേശുവിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ഈ ചോദ്യം ഇന്ന് നമ്മുടെ നേരെ യേശു ഉന്നയിക്കുകയാണ്. നമുക്ക് യേശുവിനെ വളരെ കാലമായി അറിയാമെങ്കിലും പല കാരണങ്ങളാലും നാം ഭയചകിതരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളും യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നമ്മെ ഭയചകിതരാക്കുന്നു. മാത്രമല്ല, പ്രലോഭനം വരുമ്പോൾ നാം യേശുവിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു. യേശുവിനറിയാം നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് അവൻ ബോധവാനാണ്. അതുകൊണ്ടാണ് അന്ത്യകാലം വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തത്. നാം ഭയപ്പെടുമ്പോഴെല്ലാം യേശു തൻ്റെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തെക്കുറിച്ച് ഉറപ്പ് നൽകാൻ നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. തൻ്റെ അപ്പോസ്തലന്മാരുടെ കഷ്ടതകൾക്കിടയിലും അവർക്കുള്ള അവൻ്റെ ആശ്വാസകരമായ സന്ദേശമാണിത്. ഇപ്പോൾ ഈ ആശ്വാസകരമായ സമ്മാനം നമ്മുടേതു കൂടിയാണ്. തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം താൻ അവർക്ക് നൽകുമെന്ന്
യേശു തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തു. അതും അവൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ അവൻ തൻ്റെ അപ്പോസ്തലന്മാരുടെ മനസ്സ് തുറന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും തുറന്ന് തൻ്റെ സമാധാനത്താൽ നമ്മെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്ത് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നാം ഭയപ്പെടുകയില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.